നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനപ്രതിനിധികൾക്ക് ചിറ്റാരിപ്പറമ്പിൽ സ്വീകരണം നൽകി. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വർഗീയ കക്ഷികളോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷം മുന്നോട്ടു പോകുമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി വിജയിച്ചവർക്ക് ചിറ്റാരിപ്പറമ്പിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലയിലെ ജനങ്ങൾ, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ ജനങ്ങൾ, ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾ നിർവഹിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ആ വ്യക്തമായ കാര്യം മറ്റൊന്നുമല്ല. നിങ്ങൾ സഹോദരങ്ങളെ, നിങ്ങൾ അറിയണം, ഒരു പച്ച മനുഷ്യനെയാണ് തെക്കൻ കേരളത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്യനാട്ടിൽ നിന്ന് വന്നൊരു ജോലിക്ക് വന്നതാണ്. ഒരു വഴിയില്ലാഞ്ഞിട്ട് ഒരു ജോലിക്ക് വന്ന് ഇവിടെ പണിയെടുത്ത് ജീവിക്കുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ, 31 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, 2 മക്കളുടെ ഒരു പിതാവ്, വളരെ യൗവനത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യ ഇപ്പോൾ വിധവയായി, 2 മക്കൾ അച്ഛനില്ലാതായി, ഒരു ചെറുപ്പക്കാരനെ പച്ചക്ക് തല്ലിക്കൊന്ന കേസിലെ 6 പ്രതികളിൽ 5 പ്രതികൾ RSSകാരാണ് എന്ന കഥയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നഷ്ടപരിഹാരം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 25 ലക്ഷം നഷ്ടപരിഹാരം കിട്ടണമെന്ന് ആ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ കുടുംബത്തിന് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉത്തരേന്ത്യൻ ശൈലിയിൽ മനുഷ്യരെ പച്ചക്ക് അടിച്ചു കൊല്ലുന്ന CPI നേതാവ് KV ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളായ C. വിജയൻ, K. ലീല, T. പവിത്രൻ, V. ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ജനപ്രതിനിധികളെ പൂവത്തുംകീഴിൽ നിന്നും ചിറ്റാരിപ്പറമ്പിലേക്ക് ആനയിച്ചത്. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ്.